ഹായ്, വേഗ സോളാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സോളാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയായിരുന്നു. അതിലൊന്നാമതായി ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ലിനെ പറ്റി വിവരിച്ചു. രണ്ടാമതായി ഞങ്ങൾ പറഞ്ഞ പോയിൻ്റാണ് സോളാർ ഇവിടെ വിജയകരമായി സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത്. അത് മനസ്സിലാക്കാനായി നിങ്ങളുടെ റൂഫ് ടോപ്പിൻ്റെ പ്രതലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അത് ഫ്ലാറ്റ് റൂഫാണോ, അതോ ഷീറ്റ് ഇട്ടതാണോ, അതോ ടെയിൽ പാകിയ കോൺക്രീറ്റിന് മുകളിൽ ടെയിൽസ് പാകിയതാണോ എന്നുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പ്രതലങ്ങളിൽ നമുക്ക് പകൽ മുഴുവനും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയും സോളാർ എനർജി നന്നായി കിട്ടുന്നതായിരിക്കണം എന്ന് ഉദ്ദേശിച്ചത്. ഷെയ്ഡ് ഇല്ലാതെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്രതലമാണെങ്കിൽ നമുക്കവിടെ വളരെ വിജയകരമായി സോളാർ സ്ഥാപിക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, KSEBയുടെ ഭാഗത്തു നിന്നും നമുക്കവിടെ ഫീസിബിലിറ്റി അപ്രൂവൽ കിട്ടുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ KSEB കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഡീറ്റെയിൽസ് ബില്ലിനകത്ത് ഉണ്ടാവും. അത് വെച്ചിട്ട് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ചെക്ക് ചെയ്യാം. അതിനകത്ത് നമ്മുടെ ആ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റിക്കകത്ത് നമുക്ക് സോളാർ വയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സോളാർ ചെയ്യാവുന്നതാണ്. സോളാറിനെ പറ്റിയുള്ള മറ്റ് വിവരങ്ങൾ മനസ്സിലാക്കുവാനായി വേഗ സോളാറിൻ്റെ പേജ് ഫോളോ ചെയ്യുക.